എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? നമ്മളെയാണോ? അല്ലല്ല, അത് താഴെ. അപ്പോൾ എല്ലാവർക്കും എന്തുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ കൊല്ലം വീട്ടിലാണ്. നിങ്ങൾ ചേട്ടനും കുഞ്ഞച്ചിയുടെയൊക്കെ വീഡിയോയിൽ നമ്മളെ കണ്ടിട്ടുണ്ടാവും. ഞാൻ വീഡിയോ ഇട്ടിട്ട് ഇപ്പോൾ ഏകദേശം ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ശേഷം ഞാൻ വീഡിയോസൊന്നും ഇട്ടില്ല. അമ്മേനെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. അന്ന് ബയോപ്സിയുടെ റിസൾട്ട് വന്നില്ല. അപ്പോൾ അത് വന്നിട്ട് വിളിച്ചു ചോദിച്ചാൽ മതി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞു. പിന്നെ ഇതേ നമ്മുടെ ഇതൊക്കെ റെഡി ആയിട്ട് വരുന്നു. ഒത്തിരി തിരിക്കാൻ നമ്മുടെ വലിച്ചിലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഓക്കെ ആയിട്ട് വരുന്നു. വേദനയൊന്നുമില്ല, പക്ഷെ അതിൻ്റെതായ വലിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മളെ മെയിനായിട്ടും ഇടുക്കി വീട്ടിലേക്ക് വേഗം പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിൻ്റെ കാര്യം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചേട്ടയുടെ കുഞ്ഞാച്ചിയുടെ വീഡിയോയിൽ, അതുപോലെ എൻ്റെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാനിങ്ങനെ സ്പൈസസിൻ്റെ കുറച്ച് ബിസിനസ്സിൻ്റെ കാര്യം ചെയ്യണം എന്നൊക്കെ വിചാരിച്ചിരിക്കുകയാണെന്നൊക്കെ. അപ്പോൾ അതിൻ്റേതായിട്ട് കുറച്ച് കാര്യങ്ങൾ ലോൺ എടുക്കണമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ ഒരു ലോണിന് അപ്ലൈ ചെയ്തു, പക്ഷേ കിട്ടിയില്ല. ഈ പറഞ്ഞ പോലെ എൻ്റെ ഒരു റിലേറ്റീവ് എൻ്റെ ഒരു ലോൺ വാങ്ങിയിട്ട്, ഞാൻ ലോൺ എടുത്തു കൊടുത്താണ്. അത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അത് 3 വർഷത്തെ ലോണാണ്. ആഴ്ചയിൽ 800 വെച്ച് അടയ്ക്കണ ഒരു ലോണാണ് കേട്ടോ. അപ്പം അത് അടയ്ക്കാതെ പെൻഡിങ് ആയതുകൊണ്ട് എനിക്ക് സിവിൽ സ്കോർ ഭയങ്കരമായിട്ട് മതി ഇപ്പോൾ പേരയ്ക്ക് വറക്കാനാട്ടോ. നോക്കാം നിൽക്കുമ്മ. എന്നിട്ട് എനിക്കതുകൊണ്ട് സിവിൽ സ്കോർ ഭയങ്കര കുറവാണ് ഇപ്പോൾ. അതുകൊണ്ട് ഒരു വർത്താനം പറയട്ടെ. നിൽക്കുമ്മേ പറഞ്ഞിട്ട് പറിക്കുമ്മേ. പേരയ്ക്ക് പറിക്കാനുള്ള ധൃതിയിൽ നിൽക്കും അമ്മ. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിവിൽ സ്കോർ ഇല്ല കേട്ടോ എനിക്ക്. അതുകൊണ്ട് ലോണിൻ്റെ കാര്യം റെഡി ആയില്ല. അപ്പോൾ ആകെ ഞാൻ വിഷമത്തിലാണ്. അപ്പോൾ എങ്ങനെയൊക്കെ എന്തെങ്കിലും കുറച്ച് ക്യാഷിൻ്റെ കാര്യം റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പെട്ടെന്ന് ഇടുക്കിയിലേക്ക് പോകുന്നത്. പിന്നെ നമുക്ക് ഇവിടെ നിന്നുള്ള സാധനങ്ങൾ സ്പൈസസൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതൊക്കെ മേടിക്കണം. അങ്ങനെ മേടിക്കാനുള്ളതൊക്കെ റെഡിയാക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ആയിട്ടാണ് നമ്മളത് നേരെ ഇങ്ങോട്ട് വന്നത്, ഇടുക്കിയിലേക്ക് വന്നത്. പിന്നെ അമ്മച്ചിക്ക് മസ്റ്ററിങ് ചെയ്യണം. പിന്നെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ റെഡിയാക്കണം. അപ്പോൾ എല്ലാവരും നമ്മുടെ ബിസിനസ്സൊക്കെ റെഡിയാകാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം കേട്ടോ. സപ്പോർട്ടും ചെയ്യണം. പിന്നെ നമ്മളിപ്പം പുറത്തേക്ക് ഇറങ്ങി വന്നത് പേരയ്ക്ക് പറിക്കാനും. പേരയ്ക്ക് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അടിപൊളിയായിട്ട് പറിച്ചു കഴിഞ്ഞില്ല. ആശുപത്രി പോയതായിരുന്നു, മരുന്ന് ഗുളിക തീർന്നായിരുന്നു. അപ്പൊ നമ്മുടെ വാഴക്കൊല ഈ പ്രാവശ്യം ചെറുതായി പോയി കേട്ടോ. അത് ഇതായിപ്പോയി, മുരടിച്ചു പോയി, നാക്കടച്ചു, കൂമ്പടച്ചു പോയി കേട്ടോ. അതുകൊണ്ട് ചെറിയ കൊലയാണ് ഈ പ്രാവശ്യം വന്നേക്കുന്നത്. ഇതും പോയി അതും പോയി. നല്ലൊരു വാഴയായിരുന്നു. വാഴയങ്ങ് പോയി. പിന്നെ നമ്മൾ പേരയ്ക്ക് കാണിച്ചിരുന്നുണ്ട്. ഇഷ്ടംപോലെ പേരയ്ക്ക കിടക്കുവാണ്. കണ്ട, ഇനി ഇതൊക്കെ നമുക്കൊന്ന് പറിക്കാം. ഇനി എല്ലാം പറിക്കാൻ പറ്റില്ല. ഇത് പഴുത്ത് കുറച്ച് കിടപ്പുണ്ട്. പഴുത്ത മാത്രം നോക്കിയിട്ട് പറിക്കാം. ഇതിനൊട്ടും വെയിറ്റ് ഇല്ല. ഇല്ലീടെ കേട്ടോ. ഈറ്റയാണ്. ഈറ്റ ഇല്ലെന്നുണ്ടല്ലേ. ശരി. മുള, ബാമ്പു മതിയായിരിക്കും. അതുകൊണ്ട് കൂട്ടി കിട്ടും കേട്ടോ. ചാരി നിൽക്കാതെ വല്ല ബാമ്പും കാണും. സൈഡ് വഴ കേട്ടോ. ഓർണെങ്കിലും പിടിച്ചിട്ട് വേണമെങ്കിലേ, കോവലം സൈഡ് വഴി കേട്ടോ. ഓർണെങ്കിലും പിടിച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് പേരയ്ക്ക പറിക്കാം. നമുക്ക് പറക്കി അടിച്ച് വാരിക്കളയണം. ഇതിന് നന്നായിട്ട് വഴി തുറക്കണ്ടേ. വേണ്ട കുട്ടിയമ്മേ. ഇല്ല, പഴുത്തെല്ലാം ചാടിപ്പോയി കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല പഴുത്ത് പറഞ്ഞ് കിട്ടിയിട്ടുണ്ട്. വാവ്, ഉണ്ടാ സൂപ്പർ സൂപ്പർ. പഴുക്കാറാവട്ടെ. നല്ല മധുരമുള്ള. നമുക്കൊന്ന് കട്ട് ചെയ്ത് നോക്കാം കേട്ടോ. എന്നിട്ട് ഈ കൈ നമുക്ക് പയ്യൊന്ന് ഒടിച്ച് കളയാം കേട്ടോ. ഒടിച്ചിട്ടാൽ എന്നാ പറയാനാ, വാഴ പോയി. ഇതാ ചേച്ചിയുടെ തോട്ടി അങ്ങോട്ട് വെച്ചാൽ നമ്മളിത് ഇതും പറിച്ചിട്ടുണ്ട്.
ഇത് നന്നായിട്ട് പഴുത്തിട്ടില്ല, ഇത് പഴുത്തിട്ടുണ്ട്. നമുക്കൊന്ന് കണ്ടിച്ചു നോക്കാം കേട്ടോ. അപ്പൊ നമ്മള് വീട്ടിലെത്തിയല്ലേ അമ്മ? അങ്ങനെ അമ്മയ്ക്ക് ഇപ്പോഴൊന്ന് സമാധാനമായത്. അമ്മയുടെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മ എന്ന് വെച്ചിട്ട് ഞങ്ങളുടെ അതങ്ങനെയാണല്ലോ, എവിടെയെങ്കിലൊക്കെ പോയി കഴിഞ്ഞാൽ അപ്പനും അമ്മയാണെങ്കിൽ അവർക്ക് വീട്ടിൽ വന്നു കഴിഞ്ഞാലാണ് അവർക്ക് സമാധാനമാകത്തുള്ളൂ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഇന്നലെ ആട്ടോ വന്നേ. ഇന്നലെ മിനിഞ്ഞാന്ന് ലിജുമോളുടെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് ഇന്നലെ ഇങ്ങോട്ട് പോന്നു. അപ്പോൾ അതൊന്നും വീഡിയോസൊന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട്. കഴിഞ്ഞ ആഴ്ച ആണെങ്കിലും ഇതിൻ്റെയൊക്കെ കാര്യമായിട്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടപ്പുമൊക്കെ ആയിരുന്നു. പിന്നെ അമ്മച്ചിക്കുമൊക്കെ വയ്യാണ്ടൊക്കെ ഇരിക്കുകയാണ്, അതുകൊണ്ടൊക്കെ കൂടുതലും വീഡിയോസൊന്നും എടുക്കാൻ പറ്റാത്തത്. പിന്നെ പറ്റുന്ന പോലെ കുഞ്ഞാച്ചിയുടെ ചേട്ടായിയുടെയൊക്കെ വീഡിയോയിൽ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുറേ പേര് ചോദിച്ചു എന്താ വീഡിയോ ഇടാത്ത, ഡെയിലി വീഡിയോ ഇടുന്നതെന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ അത് കേൾക്കുമ്പോൾ. അപ്പോഴും എനിക്കത് നിറവേറ്റാൻ പറ്റുന്നില്ല, എപ്പോഴൊന്നും വീഡിയോ ഇടാൻ പറ്റുന്നില്ല. പിന്നെ ഇന്നലെ ലേറ്റായിട്ട് വന്നതുകൊണ്ട് ആകെ മുഖമൊക്കെ ഇടിമിച്ചൊക്കെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് കാപ്പിയൊക്കെ ഉണ്ടാക്കി കഴിച്ചു. പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പോൾ ഫ്രണ്ടിൽ അമ്മയുടെ കപ്പയും ഇതൊക്കെ കാണിച്ചു തരട്ടെ. അതൊക്കെ ഇച്ചിരി കൂടെ വലുതായി. പിന്നെ ലുണ്ടകാരൊക്കെ റെഡിയായാൽ മതിയായിരുന്നു, അതാണ് ഞങ്ങളുടെ ഒരു പ്രാർത്ഥന. ആ ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ ഓണത്തിൻ്റെ ആകുമ്പോഴത്തേക്ക് ഒരു 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് എല്ലാം റെഡിയാക്കാമെന്നൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പക്ഷേ നടക്കുമോ എന്നറിയില്ല. എങ്കിലും എൻ്റെ ബർത്ത്ഡേ ആണ് അടുത്ത മാസം സെപ്റ്റംബർ 10-ാം തീയതി എൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേയുടെ അന്ന് തന്നെ എനിക്ക് എൻ്റെ ഒരു പുതിയ സംരംഭം തുടങ്ങണമെന്ന് എൻ്റെ ഭയങ്കര ആഗ്രഹമാണ്. നടന്നാൽ മതിയായിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഹാർഡ് വർക്കൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. ഞാൻ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. എനിക്ക് ഇനി ഇവിടെ നിന്നൊക്കെ നമ്മുടെ സ്പൈസസൊക്കെ എടുക്കണം. ഏലക്കായും കുരുമുളകൊക്കെ നമുക്ക് ഇവിടുന്ന് എടുക്കുവാണെങ്കിൽ നല്ല ഫസ്റ്റ് ക്വാളിറ്റി സാധനം കിട്ടും. പിന്നെ ചാച്ചിയമ്മ കായ എടുത്തിട്ട് ചാച്ചിയമ്മ കൊടുത്തു കേട്ടോ. ഇനിയിപ്പോൾ കായ എടുക്കണമെങ്കിൽ 2 മാസം കഴിയും. അപ്പോൾ ആ 2 മാസം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അത് വാങ്ങിയാൽ മതിയല്ലോ. അതാകുമ്പോൾ ഇച്ചിരി കൂടെ നമുക്ക് കുറഞ്ഞ റേറ്റിൽ നമുക്ക് അവിടെ നിന്ന് കിട്ടും. ഇതിപ്പം ഏലക്കായ്ക്ക് നല്ല റേറ്റാണ് കേട്ടോ. ഇപ്പം ഏകദേശം 3000-4000 രൂപ എങ്ങാണ്ടാണ് കിലോയ്ക്ക്. അപ്പോൾ എന്തായാലും കായ എടുക്കണം, കുരുമുളക് എടുക്കണം. നമ്മൾ കുറച്ച് സാധനങ്ങൾ അതുപോലെ വാളംപുളിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ വാളംപുളിയുടെ സീസൺ അല്ല കേട്ടോ. പക്ഷേ അമ്മയുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, ആ ആൻറ്റിയുടെ കയ്യിൽ നിന്നാണ് നമ്മൾ എപ്പോഴും വാളംപുളി മേടിക്കുന്നത്. ഒരു 10 കിലോകളൊക്കെ മേടിക്കാറുണ്ട്. അപ്പം ലിജിമോളുടെ അടുത്തേക്കും ലിതുമോളുടെ അടുത്തേക്കൊക്കെ കൊണ്ടുപോകാറുണ്ട് 3-4 കിലോയൊക്കെ വെച്ചിട്ട്. അപ്പോൾ അത് അമ്മയുടെയൊക്കെ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും നമ്മൾ കുടംപുളി കൊണ്ടുവന്ന് വെയിലത്ത് വെച്ച് ഉണക്കുന്നതൊക്കെ. ആ കുടംപുളി എന്ന് പറഞ്ഞാൽ ഒറ്റ ഒരെണ്ണം, അതും വലിയ സൈസ് കുടംപുളിയാണ്, അതിൻ്റെ ഒറ്റ ഒരെണ്ണം ഇട്ടാൽ മതി, അടിപൊളി. അത് ഒറ്റ ഒരെണ്ണം ഇടണമെന്നും ഇല്ല, അതിൻ്റെ പകുതി കണ്ടിച്ചൊക്കെയാണ് ഞങ്ങൾ ഇടുന്നത്. അത്രയും നല്ല പുളിയാണ് കേട്ടോ. അപ്പോൾ ആ പുളി നിങ്ങൾക്ക് തരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതുപോലെ കാപ്പിപ്പൊടി, പിന്നെ അവലോസ് പൊടി അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. കാപ്പിപ്പൊടിയും തേയിലപ്പൊടി അങ്ങനത്തെയൊക്കെ ഇനി പർച്ചേസ് ചെയ്യണം. അതൊക്കെ പോകും. ഞങ്ങൾ 19-ാം തീയതി പോകും. അപ്പോൾ അതിന് മുന്നത്തേക്ക് ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഫണ്ടിൻ്റെ കാര്യം റെഡിയാക്കണം. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങളുടെ മെയിൻ പരിപാടിയായിട്ട് നമ്മൾ ഇന്ന് ഇടുക്കിയിലേക്ക് വന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം കേട്ടോ. എനിക്ക് ആദ്യം വേണ്ടത് എല്ലാവരും പ്രാർത്ഥനയാണ്. നമ്മളൊന്ന് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ അത് കാണാനായിരിക്കുന്ന എല്ലാവർക്കും ഒരുപാട് എന്താ പറയുക സന്തോഷമാകുമല്ലോ. അപ്പോൾ കുറേ ആയിട്ട് പറയുന്നുണ്ട് നിങ്ങൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യേ എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അത് ചെയ്യാനൊരു അവസരം കിട്ടി. പിന്നെ ഇതൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ക്ലോത്തിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. നമുക്ക് വരുന്നതനുസരിച്ച് നമുക്ക് വരുന്ന നാളുകളിൽ നമുക്കതൊക്കെ ചെയ്യാം. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ കുറേ നാളത്തെ ആഗ്രഹമാണ് സ്പൈസസ് ചെയ്യണം എന്നുള്ളത്. ഞാൻ പലയിടത്തും പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ക്ലോത്തിൻ്റെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലോത്ത് ഈ കഴിഞ്ഞ പ്രാവശ്യം ചെയ്യണമെന്ന് ലിതിമോളും ഞാനും കൂടെ ഒരുമിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നതാണ്. അപ്പോൾ അത് പറ്റിയില്ല. പക്ഷേ ഇനി അങ്ങോട്ട് മുന്നോട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരെയും സപ്പോർട്ട് വേണം. എല്ലാവരും മേടിച്ച് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ എന്തായാലും എത്രയും വേഗം കാര്യങ്ങളൊക്കെ നടക്കണേ എന്നുള്ള പ്രാർത്ഥനയിലാണ് ഞാനിപ്പോൾ. അപ്പം നമ്മുടെ പേരൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് ഇവിടെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ടേ. ഇനി ഇത് നമുക്ക് കണ്ടിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത്, നല്ല ടേസ്റ്റ് ഉണ്ടോ എന്നൊക്കെ ഞാൻ പറയാം. കുട്ടിയമ്മ എന്ത് ചെയ്യാൻ പോകുന്നു? പേരയ്ക്ക കണ്ടിക്കാൻ പോകാട്ടോ. ചെറിയ പേരയ്ക്ക ചെറുതൊന്നുമല്ല. നോക്കട്ടെ. ഓ അടിപൊളി കേട്ടോ, നല്ല സൂപ്പർ പേരയ്ക്കാണേ. നമ്മ കഴിച്ചും കൂടെ കാണിച്ചു തരും. നല്ല പേരയ്ക്ക.
ഒത്തിരി പഴുത്തിട്ടില്ല. കൊള്ളാല്ലേ? അടിപൊളി പേരക്കനാണ്. നല്ല വരയ്ക്കും. ഈ പ്രാവശ്യമാണ് ഇത്രയും കേടില്ലാതെ പേരക്ക കിട്ടുന്നത് അല്ലേ? പക്ഷെ തൊലിക്ക് നമുക്ക് ഈ ഇത് പറഞ്ഞ പോലെ പൊട്ടും ഇതുമൊക്കെ ഉണ്ട് കേട്ടോ, കേടുണ്ട്. ഇതൊക്കെ കളഞ്ഞിട്ട് ഉള്ളിലോട്ടില്ല, ഉള്ളിലേക്കില്ല, പുറത്ത് മാത്രമേ ഉള്ളൂ. അതെ. കഴിച്ച കപ്പയുടെ കാണിച്ചോളൂ. അമ്മച്ചിയുടെ കപ്പ നിങ്ങളെ കാണിക്കാനായിട്ട് അമ്മയ്ക്ക് വെമ്പ് നിൽക്കുക. അമ്മ കുറേ എന്താ പറയുക, അതിനകത്തൊക്കെ കുറേ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. അമ്മച്ചിക്ക് വയ്യാതെ ഇരുന്നിട്ടും അമ്മ കപ്പയൊക്കെ കിളച്ച് മണ്ണൊക്കെ കിളച്ച് കപ്പയൊക്കെ ഇട്ടു. അപ്പം അതുകൊണ്ട് അത് കാണിച്ചു തരാണെന്ന് പറഞ്ഞ് നമുക്ക് ഭയങ്കര നാളെ അതെ വീഡിയോയിലൊക്കെ ഒന്ന് കാണിക്കണമെന്നൊക്കെ പറഞ്ഞു കേട്ടോ. അപ്പോൾ അതൊക്കെ കാണിച്ചു തരാവേ. അപ്പോൾ എന്താ ഇനി പരിപാടി? ഈ പരിപാടി കപ്പ കാണിച്ചു തരാം. കപ്പ അതെ, അതാണ് കേട്ടോ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യം. കപ്പ കാണാം, കപ്പ കാണിച്ച അമ്മ ആദ്യം പോ. അമ്മയുടെ കപ്പയില്ല, അമ്മ ഷൈൻ ചെയ്യും, ഷൈൻ. പിന്നെ ഇത് കണ്ടോ മക്കളെ, കണ്ടോ അമ്മൻ്റെ കപ്പ കണ്ടോ? മുട്ടപ്പഴം ഒന്നും ആയില്ല, പഴുത്തില്ല. ആ ശരി, മുട്ടപ്പഴം ഒന്നും ആയില്ല കേട്ടോ, അത് അങ്ങനെ തന്നെ നിൽക്കുന്നു. അതിന് നമ്മളിവിടുന്ന് പോയിട്ട് 1 മാസം ആയുള്ളൂ. അതെ, 1 മാസം കൊണ്ട് കപ്പയുടെ മാറ്റമായി. കപ്പ മാറ്റം ഉണ്ടായി. പിന്നെ ഇതെന്തായിരുന്നു? ജമന്തി അല്ലേ അമ്മ? ബന്ദി. ബന്ദി കേട്ടോ. ജമന്തിയും ബന്ദിയും രണ്ടാണല്ലേ? അതെന്നെ ഒടിച്ചോളാം. ശരിയാ, എക്സ്ട്രാ വരുന്നത് ഒടിച്ചോളാണ്. 2 നിർത്തിയാൽ മതി. കപ്പ ഒന്നും വേണ്ട, മനം ഇതായി. വെക്കുന്നുണ്ട്. ഗന്ധരാജൻ പൂവിടുമ്പോ അതില്ല വഴിയൊക്കെ ഉണ്ട് കേട്ടോ. കുറച്ച് സ്ഥലമുള്ളൂ, അതിൽ നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട്. ഇത് നമ്മുടെ ഒരു കുഞ്ഞ് മാവല്ലേ അമ്മ? ഇത് വരുന്നേ മാവ വരുന്നത് ഒക്കെ പറിക്കണം, കാരണം ഇച്ചിരി സ്ഥലമല്ലേ ഉള്ളൂ. വേണ്ട, അമ്മയുടെ 2 ടൈപ്പ് സ്വീറ്റ് പൊട്ടറ്റോസ് ഉണ്ടോ, പടർന്ന് പിടിച്ച് കിടക്കുക. മുട്ടപ്പഴം ഒന്നും ആയിട്ടില്ല, മുട്ടപ്പഴം അതുപോലെ തന്നെ ഇരിക്കുന്നു. ദൈവമേ, കഴുത്തേക്കൂടെ ഇട്ട് വലിക്കരുത്. എവിടെ കാണത്തും കൂടെ ഇല്ലല്ലോ. ഇതിലെങ്ങനെ പോവും ഞാൻ? ഇത് നമ്മുടെ മലയിഞ്ചി അല്ലേ അമ്മ? മലയിഞ്ചി പിന്നെ കസ്തൂരി മഞ്ഞൾ. സോറി, കസ്തൂരി മഞ്ഞളാട്ടാ. ഒന്നും ആയില്ല മുട്ടപ്പഴം, പക്ഷെ വലുതായി. അമ്മ എന്നാ മാന്തുന്നേ? ഉണ്ടോ? ഇത് എല്ലാം പറിച്ച് കപ്പയിട്ട് എല്ലാം പറിച്ചു കൊടുക്കണം. നീ എന്ത് താഴെ പോയാ? അമ്മ അതിനെ കാണാൻ അവിടെ ഉണ്ട്. എന്നാ പറഞ്ഞു? ഒന്നും പറഞ്ഞില്ല. അങ്ങോട്ടുള്ള വഴി അറിയുമെന്ന് ചോദിച്ചു. ഞാൻ അറിയത്തില്ല, അറിയല്ലാന്ന് പറഞ്ഞു. ഇവിടെ ഉണ്ടെങ്കിലല്ലേ? അതെ, ഇവിടെ ഉണ്ടെങ്കിലല്ലേ അറിയുള്ളൂ. ഇവിടെ ഇല്ലാത്ത ആൾക്കാർ അവിടെ പോണെങ്കിൽ അമ്മായിക്ക് മറവിയുണ്ടെന്ന് തോന്നുന്നു, പറഞ്ഞിട്ടല്ലേ പോയത് നമ്മൾ പോയപ്പോൾ. പിന്നെ അത്രയും പ്രായമുള്ളതിന് മറവിയില്ല ഇവിടെ. അതെ, അച്ചാമ്മയ്ക്ക് ഒരു 95-100 വയസ്സ് അടുത്താറായിട്ടുണ്ടല്ലേ? അതെ. അപ്പം അതിൻ്റെതായ മറവിയുണ്ടാവും. പിന്നെ കാണാനായിട്ട് ഇറങ്ങി പോയിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ മുട്ടപ്പഴം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അടിപൊളി. ഞാൻ ഇന്നത്തെ ദിവസം അങ്ങനെ വെറുതെ പോയി, വേറെ ഒന്നുമല്ല. ഇന്നലെയും മിനിഞ്ഞാന്നും ഒക്കെ യാത്ര ആയതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു കേട്ടോ. എൻ്റെ മുഖം കണ്ടാൽ തന്നെ അറിയാം, പെട്ടെന്ന് മുഖത്തൊക്കെ ടാനായി, കുരുവായി, ആകെ സീനായി അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഭയങ്കര ക്ഷീണമായിരുന്നു. അതുകൊണ്ട് ഇന്ന് അമ്മയ്ക്ക് മസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി പോകാനിരുന്നാൽ പോയില്ല.
പിന്നെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ കുറേ പേര് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ, ഏലക്കായ്ക്കും കുരുമുളകിനും വാളംപുളിക്കും പിന്നെ നമ്മുടെ കാപ്പിപ്പൊടിക്കൊക്കെ കുറേ പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എത്രയും വേഗം നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. ലോണിൻ്റെ കാര്യം ശരിയാകാത്തതുകൊണ്ട് കുറച്ച് ഡിലേ ആവുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ബർത്ത്ഡേ ആണ് സെപ്റ്റംബർ 10 10 മുന്നേ എനിക്ക് എൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. അത് നടക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളും പ്രാർത്ഥിക്കണേ. പിന്നെ ഓർഡർ ചെയ്തവർക്കൊക്കെ കുറേ പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, മെസ്സേജ് അയച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു ഏലക്ക വേണമെന്നൊക്കെ. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളാണ് എന്തായാലും നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വേണ്ടവർ പറയുക. നമുക്ക് അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ഓർഡർ ചെയ്യാനുള്ള നമ്പറും കാര്യങ്ങളൊക്കെ പ്രൈസും ഒക്കെ നമ്മൾ പറയുന്നതാണ്. പിന്നെ ഒരു ടൈമിൽ ഓരോ റേറ്റ് ആയിരിക്കും. നമ്മൾ സാധനം എടുക്കുമ്പം ഹോൾസെയിലായിട്ട് എടുക്കുമ്പം അതിനനുസരിച്ച് ചില ടൈമുകളിൽ അതിൻ്റെ റേറ്റിലും വ്യത്യാസം ഉണ്ടാകും. അതുകൊണ്ട് ഒരു ഫിക്സ്ഡ് എമൗണ്ട് ആയിരിക്കില്ലല്ലോ ഏതൊരു പ്രൊഡക്റ്റിനും. അപ്പോൾ അതുകൊണ്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കുക. ലോണിൻ്റെ കാര്യം ഞാൻ വേറൊരെണ്ണം കൂടെ വെച്ചിട്ടുണ്ട്. ദൈവമേ അത് കിട്ടണേ നിങ്ങൾ പ്രാർത്ഥിക്കുക കേട്ടോ. അതും കൂടെ കിട്ടിയില്ലെങ്കിൽ ആകെ ഞാൻ ഒരു നിരാശയിലാവും. പക്ഷെ എന്നാലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് ഞാനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത് ഞാൻ എത്തിച്ചേരും. അതെങ്ങനെയാണെങ്കിലും ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തും. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ നമുക്ക് എത്രയും വേഗം കാര്യങ്ങളൊക്കെ ചെയ്ത് തീർത്തിട്ട് എറണാകുളം പോട്ടെ, കൊല്ലത്തിന് പോകണം. അപ്പോൾ കുറച്ചധികം സാധനങ്ങൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചേട്ടായും കുഞ്ഞേച്ചിയും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ക്യാഷിൻ്റെ കാര്യം റെഡി ആയിട്ട് വേണം എല്ലാം എടുക്കാനായിട്ട്. ഇച്ചിരി ബൾക്കായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമുക്ക് എപ്പോഴും ഇടുക്കി വന്ന് പർച്ചേസ് ചെയ്ത് പോകാമെന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടല്ലേ. അല്ലെ പിന്നെ ഞാനിവിടെ വന്ന് നിൽക്കുമ്പോഴേ എനിക്കത് പറ്റത്തുള്ളൂ. അതിപ്പോൾ എന്തായാലും പെട്ടെന്ന് പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുറച്ച് ഓർഡറുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള സാധനങ്ങൾ എടുക്കണം. പിന്നെ നിങ്ങൾക്കും വേണ്ടവർക്ക് എന്തായാലും തരാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും ഉള്ളത് പറ്റുന്ന രീതിയിൽ എടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക, സപ്പോർട്ട് ചെയ്യുക, സ്നേഹിക്കുക, എല്ലാം ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുകയാണ്. അപ്പോൾ ഓക്കെ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഇന്ന് വീഡിയോയിൽ കാര്യങ്ങൾ പ്രത്യേകിച്ചൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ കാര്യമായിട്ടൊന്നും വീഡിയോ ഒന്നും ഇടാത്തത്. അപ്പോൾ നാളെ ദിവസങ്ങളിൽ അടുത്ത കാര്യങ്ങൾ, നാളെ പഞ്ചായത്തിലൊക്കെ ഒന്ന് പോകണം, മസ്റ്ററിങ് ചെയ്യണം. പിന്നെ നമ്മൾ എടുക്കുന്ന സാധനങ്ങളുടെയൊക്കെ സ്ഥലത്ത് നമ്മൾ പോകണം. അപ്പോൾ നമ്മൾ 2 മാസത്തോടെ കഴിയുമ്പോൾ നമുക്ക് കുരുമുളകും ഏലക്കായും ഒക്കെ വരും. നമ്മൾ പുറത്തുനിന്ന് ഇപ്പോൾ എടുക്കുന്നതുകൊണ്ട് കുറച്ച് റേറ്റ് ആയിരിക്കും. പക്ഷേ നമ്മുടെ സ്വന്തം സാധനമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിൽ തരാമെന്നൊക്കെ വിചാരിച്ചാണ് ഞാനിങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ എന്തായാലും നന്നായി നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.